ആദ്യത്തെ സ്റ്റെപ്പ് ഞാനിവിടെ ഒരു 3 ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്താക്കി തന്നെ എടുക്കണം. നല്ല സ്മൂത്ത് ആവുന്ന വരെ ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്ത് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 കോഴിമുട്ട നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് അപ്പം നമ്മൾ ടോട്ടൽ 3 കോഴിമുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ചേർത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് 2ാമത്തെ കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ഞാനൊന്ന് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് പകുതിയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി പകുതി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യാം. ഓവർ മിക്സിങ് വേണ്ട കേട്ടോ. അപ്പോൾ കേക്ക് എന്താ പറയുക, സ്പോഞ്ച് പോലെ ആയി കിട്ടാൻ പാടായിരിക്കും, പൊങ്ങി വരില്ല. നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതുപോലെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പ് പാനാണ് എടുത്തിരിക്കുന്നത്, ബേക്കിംഗ് ട്രേ. നമുക്ക് അതിനകത്തോട്ട് ബട്ടർ ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റ് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഞാനിവിടെ ചെയ്യുന്നത് ചോക്ലേറ്റ് ഗ്ലേസ് ആണ് ചെയ്യുന്നത് ഇതിൻ്റെ ടോപ്പിങ്ങിൽ. അപ്പോൾ ഇനി നന്നായി തണുക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 40 മിനിറ്റ് ആയിരുന്നു ആദ്യം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ കൂടുതലായിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഞാൻ വെക്കേണ്ടി വന്നു. അപ്പോൾ ടോട്ടൽ 50 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തു. നമുക്കിനി ക്യാരറ്റ് കേക്കിലേക്കുള്ള ചോക്ലേറ്റ് ഗ്ലേസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു സോസ്പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 10 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. 10 ടേബിൾ സ്പൂൺ പ്ലസ് 2 ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ 10 ടേബിൾ സ്പൂൺ പ്ലസ് 2 ടീസ്പൂൺ എന്ന് പറയുന്നത് 2/3 കപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 10 ടേബിൾ സ്പൂൺ ശരിക്കുള്ള അളവ് പറഞ്ഞത്. 10 ടേബിൾ സ്പൂൺ പ്ലസ് 2 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. 1/3 കപ്പ് എന്ന് പറയുന്നത് 5 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂണാണ് 1/3 കപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം തീയിലൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ അതുപോലെ തന്നെ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. നമ്മളിങ്ങനെ ഇളക്കിയ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം, കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സായി കിട്ടണം. അപ്പോൾ ഇതേപോലെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇതേപോലെ മീഡിയം തീയിൽ നമുക്ക് ഇട്ടിട്ട്
ഇതേപോലെ ഇളക്കി നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുടരെ തന്നെ ഇളക്കിയിട്ടൊന്ന് തിക്കാവുന്നവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടുള്ളൂ. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് ഒരു തിക്നെസ്സായി വന്നിട്ടുണ്ട്. കുറച്ച് ഷൈനിങ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൂളായി കിട്ടണം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഷൈനിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കൂളാക്കാം. നമുക്ക് കേക്കിൻ്റെ ടോപ്പ് ഭാഗം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ചോക്ലേറ്റ് ഗ്ലേസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് ഇതേപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗ്ലേസ് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നാലേ എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ ഒഴുകി കിട്ടുള്ളൂ. നമുക്ക് ഇതേപോലെ ഒന്ന് നൈഫ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ കൂടെ ഒഴുകി വരുന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേട്ടോ, ഇതാണ് നമ്മുടെ ക്യാരറ്റ് കേക്ക്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്